ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫിന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായിക്കണ് കേട്ടോ. അതായത് ഇത് തിങ്കളാഴ്ച ഞാൻ എടുത്ത വീഡിയോ ആണ്. പക്ഷേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. രാവിലത്തെ കലാപരിപാടികളൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും പറ്റുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ അസാനുവിന് കുറച്ച് ദിവസമായിട്ട് ഉറക്കില്ല. ഓന് ഏകദേശം ഒരു 5:30 ആകുമ്പോഴാണ് ഇപ്പോൾ ഉറങ്ങല്. അപ്പം ഞാനും കിടന്നുറങ്ങും ട്ടോ. പിന്നെ ഞാൻ അല്ലുമോന് സ്കൂൾക്ക് പോകണ ആ ടൈം ആകുമ്പോഴത്തേനും നീച്ച് വരലുള്ളൂ. അതുകൊണ്ട് ചായൻ്റെ പരിപാടിയൊക്കെ ഉമ്മയാണ് നോക്കല്. പിന്നെ അങ്ങോട്ടുള്ളതാണ് ഞാൻ നോക്കൽ ട്ടോ. പിന്നെ ഞാൻ അല്ലുമോന് ചായയൊക്കെ കൊടുത്ത് യൂണിഫോമൊക്കെ സെറ്റാക്കി ഓനെ സ്കൂൾക്ക് പറഞ്ഞയക്കാൻ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അസാന് വന്ന് ക്യാമറക്ക് പോസ് ചെയ്യുന്നുണ്ട് ട്ടാ. വേഗം അല്ലുമോനെ സ്കൂൾക്ക് പറഞ്ഞയച്ച് കിച്ചണിക്ക് വന്നപ്പോൾ കിച്ചണിൻ്റെ അവസ്ഥ അതാണ്. ഒരു യുദ്ധം കഴിഞ്ഞ മാതിരി ഉണ്ട്. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഒതുക്കി കുറച്ചൊക്കെ ഒതുക്കി വെച്ച് വേഗം ഞാൻ മുറ്റത്തേക്ക് വന്നു ട്ടാ. എനിക്ക് മുറ്റം അടിച്ചു വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില ദിവസം ഒരു മടുപ്പ് തോന്നും. ഇന്നലെ മഴ ഉണ്ടായിരുന്നു ട്ടോ. അതായത് ഈ വീഡിയോ എടുക്കണതിൻ്റെ തലേന്ന് ഞായറാഴ്ച അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കച്ചറി ഉണ്ടായിരുന്നു മുറ്റത്ത്. പിന്നെ അതൊക്കെ അടിച്ചു വാരി വന്ന് വേഗം പാത്രം ഇങ്ങോട്ട് മോറി വെക്കാന്ന് വിചാരിച്ചു ട്ടാ. ചോറും കറികളൊക്കെ ഇന്ന് ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അധികം ഉമ്മ തന്നെയാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കല്. ഞാനും നിൽക്കലുണ്ട്. രണ്ടാളും കൂടിയാണ് കഴിക്കല്. അധികം ഉമ്മ തന്നെയാണ് കഴിക്കല് ട്ടാ. അതേ നടക്കുള്ളൂ. അസാനുവിനേറ്റ് പിന്നെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറ്റൂല ഓനേറ്റ്. പിന്നെ ഞാൻ വേഗം മെഷീനിലിട്ട് തിരുമ്പിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ചില മറവികളൊക്കെ ഇടയ്ക്ക് എനിക്കുണ്ട്. എന്നിട്ട് ഞാനത് വേഗം അയലുമ്മ വിരിച്ചിടാന്ന് വിചാരിച്ചുട്ടാ. ഈ സമയത്ത് ഇമ്മ അവിടെ പെരയിലില്ല. ഇമ്മ പോയിക്കണ്. ഇമ്മ മരുന്നിന് പോയിക്കണ് ട്ടാ. വൈദ്യശാലയത്തെ മരുന്ന് കുടിക്കുന്നുണ്ട്. അതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അസാനുവിനെ പെരൻ്റെ ഉള്ളിലാക്കിയിട്ട് ഞാൻ തോരയിടുകയാണ്. ഓൻ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ട്ടാ. അങ്ങനെ എൻ്റെ വിരിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ തോരയിട്ടു. എനിക്ക് ഈ രാവിലെ തന്നെ തിരുമ്പലും പാത്രം മോറലൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനം ട്ടാ. വാഷിംഗ് മെഷീനിൽ തിരുമ്പുകയാണെങ്കിലും എനിക്ക് അത് തിരുമ്പിക്കാണ്ട് വേഗം അയലുമ്മ കൊണ്ടുപോയി തോരയിടണം. അല്ലെങ്കിൽ എന്തോ പോലെയാണ്. പിന്നെ മീനൊക്കെ ഞാൻ വേഗം കട്ട് ചെയ്ത് വെച്ചിട്ടാ. ഇത് എന്ത് മീനാണെന്നൊന്നും എനിക്കറിയില്ല. കുഞ്ഞുമോനിക്ക് ഈ മീനാണെന്ന് കിട്ടിയത്. പക്ഷെ ഞാൻ അത് തിന്നിട്ടില്ല ട്ടാ. എനിക്കിത് ഞാൻ ക്ലീൻ ചെയ്തതുകൊണ്ടാ എന്താ അറിയില്ല. ഞാനത് തിന്നിട്ടില്ല. ഞാൻ വേഗം പിന്നെ തുടക്കൽ കഴിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു മീൻ കട്ട് ചെയ്തതുകൊണ്ട്. പിന്നെ എനിക്ക് തക്കാളി കൂട്ടാനും കോഴിമുട്ടൻ്റെ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കെന്തോ ആ മീനൊന്നും അല്ലാതെ അങ്ങോട്ട് ഇഷ്ടമാവില്ല. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാ എന്താ അറിയില്ല. എന്നിട്ട് ഞാൻ നന്നായിട്ട് ചോറ് അങ്ങോട്ട് തിന്നു. ഞാൻ 2 നേരം മാത്രം ചോറ് തിന്നലുള്ളൂ. 10 മണിക്കൊന്നും തിന്നൂല കേട്ടോ. അത് ഞാൻ ഉച്ചക്കത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് തിന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിരുന്നു കേട്ടോ ഇവിടെ പഴംപൊരി ഉണ്ടാക്കിയിട്ട്. കുറേ ദിവസമായി ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. മടി കാരണം ഉണ്ടാക്കായിയാണ്. ഇപ്പൊ ഭയങ്കര ക്ഷീണമാണ്. അതുകൊണ്ട് ഉണ്ടാക്കണില്ല. അങ്ങനെ പിന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ ഉമ്മ ചക്കപ്പം ഉണ്ടാക്കിനു കേട്ടോ. ഉമ്മാൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ആള് ചക്കൻ്റെ അപ്പം ഉണ്ടാക്കണ ഈ മാവ് ഉണ്ടാക്കി വെച്ചിട്ട് കുറേ ആയിക്കണ്. പിന്നെ അത് ഉണ്ടാക്കിയതിൻ്റെ ശേഷം ആള് ഗൾഫിൽ പോയി. അപ്പം ആ മാവ് ഉമ്മാക്ക് കൊടുത്തതാണ്. ഞങ്ങൾ ഫ്രിഡ്ജിൽ ഇതിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിക്കണേ. ഏതായാലും ഉമ്മ ഇന്ന് ഉണ്ടാക്കി. അങ്ങനെ അതെല്ലാം കൂട്ടി ഞാൻ ചായയൊക്കെ കുടിച്ചു ട്ടാ. എനിക്ക് അധികം പൊടിയില്ലാത്ത ചായനോടാണ് ഇഷ്ടം. അപ്പം അത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന്